ഈ എം എം മണിയുടെ പ്രസ്താവന കേട്ടു. എസ് രാജേന്ദ്രൻ വന്നിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ്. ബി ജെ പിയിലേക്ക് ഒരാൾ വന്നാൽ എങ്ങനെയാണ് സംരക്ഷിക്കണമെന്ന് ബി ജെ പിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലാണ്. അതുകൊണ്ട് ബി ജെ പിയിലെ ആളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി എന്തെങ്കിലും ബോധ്യക്കുറവുണ്ടെങ്കിൽ പിണറായി വിജയനോടോ നിങ്ങളുടെ സെക്രട്ടറി ഗോവിന്ദനോടോ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് നേതാക്കന്മാര് എം എം മണിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എം എം മണിയുടെ മറ്റേപ്പണി എന്ന് പറയുന്ന പണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. വിരട്ടലും വിലപേശലും ഒന്നും നടക്കത്തില്ല. രാജേന്ദ്രൻ ശക്തമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങളുടെ CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞു പറയിപ്പിക്കുന്ന പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങളുടെ സ്ഥിരം പണിയുണ്ടല്ലോ, ആ വെട്ടിക്കൊലയും കെട്ടിത്തൂക്കും വെടിവെച്ചു കൊല്ലും, ആ പണിയൊന്നും ഇനി നടക്കത്തില്ല. കാലം വേറെയാണ്. നരേന്ദ്രമോദിയാ ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് ആ പണിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. കൃത്യമായി BJP വന്നിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അറിയാം. അദ്ദേഹത്തിന്റെ മേത്തൊരു തുള്ളി പൂഴി വാരിയിടാൻ ഇവിടുത്തെ ഒരുത്തരും സാധിക്കത്തില്ല. അതിനുവേണ്ടി